പ്രിയമുള്ളവരെ, വചനജ്വാല 1030 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 26 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 26 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ ബൈബിൾ വായനയിലെ ഇന്നു മുതൽ എസ്തർ ആരംഭിക്കുകയാണ്. പല ഭാഗങ്ങളിലായി ക്രമം തെറ്റിയ നിലയിലുള്ള 16 ചെറിയ അധ്യായങ്ങളുടെ ഒരു ചെറു ഗ്രന്ഥമാണ് എസ്തർ. പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന ഭീഷണിയുടെ സമയത്ത് വിസ്മയനീയമാം വിധം യഹൂദരെ മോചിപ്പിച്ച യുവതിയാണ് എസ്തർ. അഹസ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായ വാഷ്തിയിൽ അസംതൃപ്തനായി അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി. യഹൂദരുടെ പ്രത്യേക ജീവിതരീതികളും മതാനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്കും ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അവിടെ നിന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ വായന തുടരുകയാണ്. ആദ്യം 11 അധ്യായമാണ് ആരംഭിക്കുക. 11 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. മൊർദെഖായിയുടെ സ്വപ്നം. മഹാനായ അഹസ്വേരോശ് രാജാവിന്റെ 2ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായീറിന്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായീർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിന്റെ മകൻ ഷിമെയയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദ രാജാവായ യാക്കോണിയോടൊപ്പം ജെറൂസലേമിൽ നിന്ന് കൊണ്ടുപോന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകരസത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ടു വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും പീഡനത്തിന്റെയും മഹാകലാപത്തിന്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിൽ നിന്ന് ചെറിയ ഉറവിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാനുറച്ചിരിക്കുന്നതെന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവന്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ഒരു ദിവസം മുഴുവൻ ശ്രമിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷികളായ വിശുദ്ധ യോഹന്നാനെയും പൗലോസിനെയും മെത്രാനായ വിശുദ്ധ ആന്തൽമോസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. മതത്യാഗിയായ
ജൂലിയൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായിരുന്ന വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസും. ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച് വിജാതീയ ആരാധനയിലേക്ക് മടങ്ങി താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കി. താൻ കുഴിച്ച കുഴിയിൽ വീണ് അദ്ദേഹം മരിച്ചു. ക്രൂരനായ റോമൻ പ്രീഫക്സിന്റെ കീഴിൽ ചോര ചിന്തി യോഹന്നാനും പൗലോസും മരിച്ചു. ഇന്നു തന്നെ നമ്മള് കാർത്തൂസിയൻ സഭയുടെ സ്ഥാപകനും മെത്രാനുമായ വിശുദ്ധ ആന്തൽമൂസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. മെത്രാനായ വിശുദ്ധ ആന്തൽമൂസിന്റെയും വിശുദ്ധ യോഹന്നാന്റെയും വിശുദ്ധ പൗലോസിനെയും അനുസ്മരിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു.